ഹായ്, എല്ലാവർക്കും ഡോട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് രസതന്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ടൈമുള്ള നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഓക്സിജനാണ്. എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അത് നൈട്രജനാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് നൈട്രജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം സിലിക്കണാണ്. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം ഏതാണ്? അത് സിലിക്കണാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം അതും നമ്മുടെ സിലിക്കണാണ്. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? സിലിക്കണാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച വ്യക്തി ഹെൻറി ക്യാവൻഡിഷാണ്. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആരാണ്? ഹെൻറി ക്യാവൻഡിഷാണ്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം എല്ലാവർക്കും അറിയാം, അത് ഹൈഡ്രജനാണ്. അപ്പോൾ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ്. അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ട്രിഷിയമാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? ട്രിഷിയമാണ്. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്ലിയാണ്. അപ്പോൾ ഓക്സിജൻ കണ്ടുപിടിച്ച ആരാണ്? ജോസഫ് പ്രീസ്ലിയാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജനാണ്. 20.9% അന്തരീക്ഷത്തിൽ രണ്ടാമതായിട്ട് ഓക്സിജൻ കാണപ്പെടുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? അത് ഓക്സിജനാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജനാണ്. അപ്പോൾ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏതാണ്? നൈട്രജനാണ്. പ്രോട്ടീനുകളുടെ മുഖ്യ ഘടകം അത് നൈട്രജനാണ്. അപ്പോൾ പ്രോട്ടീനുകളുടെ മുഖ്യ ഘടകം ഏതാണ്? അത് നൈട്രജനാണ്. ജലം ശുദ്ധീകരിക്കുവാൻ ഉപയോഗിക്കുന്ന വാതകം ക്ലോറിനാണ്. അപ്പോൾ ജലം ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അത് ക്ലോറിനാണ്. ഏറ്റവും ക്രിയാശീലമുള്ള വാതകം ഏതാണ്? അത് ഫ്ലൂറിനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള വാതകം ഏതാണ്? അത് ഫ്ലൂറിനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയ വ്യക്തി ജോസഫ് ബ്ലാക്കാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജോസഫ് ബ്ലാക്കാണ്. അന്തരീക്ഷത്തിൽ 4-ാം സ്ഥാനത്തുള്ള വാതകം അതാണ് നമ്മുടെ 0.03% ഉള്ള കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അന്തരീക്ഷത്തിൽ 4-ാം സ്ഥാനത്തുള്ള വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. എത്ര ശതമാനമാണ്? 0.03%. ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം ഏതാണത്? അത് അമോണിയ. ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം ഏതാണ്? അമോണിയ. ക്ഷാര സ്വഭാവമുള്ള ഏക വാതകം അതും അമോണിയയാണ്. അപ്പോൾ ക്ഷാര സ്വഭാവമുള്ള ഏക വാതകം ഏതാണ്? അതും അമോണിയയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്? അത് ഹീലിയമാണ്. ഇലക്ട്രിക് ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗണാണ്. അപ്പോൾ ഇലക്ട്രിക് ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? അത് ആർഗണാണ്. അന്തരീക്ഷ വായുവിൻ്റെ അളവിൽ 3-ാം സ്ഥാനത്തുള്ള വാതകം അത് ആർഗണാണ്. അപ്പോൾ അന്തരീക്ഷ വായുവിലെ അളവിൽ 3-ാം സ്ഥാനത്തുള്ള വാതകം ഏതാണ്? അത് ആർഗണാണ്. ഏറ്റവും ഭാരം കൂടിയ വാതകം അത് ഓർഗാനസോണാണ്. അപ്പോൾ ഏറ്റവും ഭാരം കൂടിയ വാതകം ഏതാണ്? അത് ഓർഗാനസോണാണ്. വിഷങ്ങളുടെ രാജാവ് ആരാണത്? അത് ആഴ്സനിക്കാണ്. വിഷങ്ങളുടെ രാജാവ് ആരാണ്? അത് ആഴ്സനിക്കാണ്. ആഴ്സനിക്കിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനുള്ള ടെസ്റ്റ് മാർഷ് ടെസ്റ്റാണ്. അപ്പോൾ ആഴ്സനിക്കിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനുള്ള ടെസ്റ്റ് ഏതാണ്? അത് മാർഷ് ടെസ്റ്റാണ്. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എല്ലാവർക്കും അറിയാം, അത് വജ്രമാണ്. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണ്? അത് വജ്രമാണ്. വജ്രത്തിന് സമാനമായ പരൽഘടനയുള്ള മൂലകം അതേതാണത്? ജർമേനിയമാണ്. അപ്പോൾ വജ്രത്തിന് സമാനമായിട്ടുള്ള പരൽഘടനയുള്ള മൂലകം ഏതാണ്? അത് ജർമേനിയമാണ്. റേഡിയോ ആക്റ്റീവായ ഉപലോഹം പൊളോണിയമാണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവായ ഉപലോഹം ഏതാണ്? അത് പൊളോണിയമാണ്.
പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണത്? അത് പൊളോണിയമാണ്. അപ്പോൾ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? അത് പൊളോണിയമാണ്. പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്നറിയപ്പെടുന്ന മൂലകം ആൻറ്റിമണിയാണ്. അപ്പോൾ പുരോഹിതരെ കൊല്ലുന്ന കല്ല് എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? അത് ആൻറ്റിമണിയാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ചെന്നാൽ വെളുത്തുള്ളിയുടേതിന് സമാനമായ ഗന്ധമുണ്ടാക്കുന്ന മൂലകം ടെല്ലൂറിയമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടേതിന് സമാനമായ ഗന്ധമുണ്ടാക്കുന്ന മൂലകം ഏതാണ്? അത് ടെല്ലൂറിയമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിനാണ്. അപ്പോൾ ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം ഏതാണ്? അയഡിനാണ്. ഖരാവസ്ഥയിലുള്ള ഹാലജൻ അയഡിനാണ്. അപ്പോൾ ഖരാവസ്ഥയിലുള്ള ഹാലജൻ ഏതാണ്? അയഡിനാണ്. ജീവൻ്റെ അടിസ്ഥാന മൂലകം കാർബണാണ്. അപ്പോൾ ജീവൻ്റെ അടിസ്ഥാന മൂലകം ഏതാണ്? അത് കാർബണാണ്. ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ നിർമ്മിക്കുന്ന മൂലകം അതും കാർബണാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ നിർമ്മിച്ചിട്ടുള്ള മൂലകം ഏതാണ്? അത് കാർബണാണ്. കാർബണിൻ്റെ ആറ്റത്തിൻ്റെ സംയോജകത എത്രയാണ്? 4 ആണ്. അപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ സംയോജകത എത്രയാണ്? 4 ആണ്. വൈദ്യുതി കടത്തിവിടുന്ന കാർബണിൻ്റെ രൂപാന്തരം അത് ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? അത് ഗ്രാഫൈറ്റ് ആണ്. പെൻസിലിൻ്റെ ലെഡ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ പെൻസിലിൽ ലെഡ് നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? അത് ഗ്രാഫൈറ്റ് ആണ്. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാനായി ഉപയോഗിക്കുന്ന മൂലകം സൾഫറാണ്. ഇപ്പോൾ റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാനായിട്ട് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? അത് സൾഫറാണ്. ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം എല്ലാവർക്കും അറിയാം, അത് ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഒരു ജീവി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പ്രകാശം വഹിക്കുന്നു. അപ്പോൾ ഫോസ്ഫറസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു. ദ്രാവക രൂപത്തിലുള്ള അലോഹം ഏതാണ്? അത് ബ്രോമിനാണ്. അപ്പോൾ ദ്രാവക രൂപത്തിലുള്ള അലോഹം ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? അത് ബ്രോമിനാണ്. രാസവസ്തുക്കളുടെ രാജാവ് ഏതാണ്? നമ്മുടെ H2SO4 എന്ന് പറയുന്ന സൾഫ്യൂറിക് ആസിഡാണ്. അപ്പോൾ രാസവസ്തുക്കളുടെ രാജാവ് ആരാണ്? നമ്മുടെ H2SO4 എന്ന് പറയുന്ന സൾഫ്യൂറിക് ആസിഡാണ്. ഡൈനാമിറ്റ്, കാർ ബാറ്ററി എന്നിവയിൽ ഉപയോഗിക്കുന്ന ഏത് ആസിഡാണ്? നമ്മുടെ സൾഫ്യൂറിക് ആസിഡാണ്. നമ്മുടെ ഡൈനാമൈറ്റ്, ഈ കാർ ബാറ്ററികൾ അതിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? നമ്മുടെ സൾഫ്യൂറിക് ആസിഡാണ്. സൾഫ്യൂറിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ അത് കോണ്ടാക്ട് പ്രക്രിയ അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ സൾഫ്യൂറിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? കോണ്ടാക്ട് പ്രക്രിയ. സൾഫ്യൂറിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻഡോക്സൈഡാണ്. സൾഫ്യൂറിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡാണ്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയെ ഉപയോഗിക്കുന്ന ആസിഡ് HNO3 എന്നറിയപ്പെടുന്ന നൈട്രിക് ആസിഡാണ്. അപ്പോൾ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഉപയോഗിക്കുന്ന ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അത് HNO3 എന്നറിയപ്പെടുന്ന നൈട്രിക് ആസിഡാണ്. ഞാൻ നമ്മുടെ ഈ HNO3 എന്നൊക്കെ പറയുന്ന സമവാക്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡായ HNO3 ആണ്. പ്രോട്ടീനിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് അത് നൈട്രിക് ആസിഡാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അത് നൈട്രിക് ആസിഡാണ്. ദഹനരസത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, HCl ആണ്. അപ്പോൾ നമ്മുടെ ദഹനരസത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, HCl എന്ന് നമ്മൾ സമവാക്യം പറയും. രാജകീയ ദ്രാവകം ഏതാണ്? അക്വാ റീജിയാണ്. അപ്പോൾ രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന ഏതാണ്? അക്വാ റീജിയാണ്. അക്വാ റീജിയയിൽ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും അനുപാതം 1:3 ആണ്. ഇപ്പോൾ അക്വാ റീജിയയിൽ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും അനുപാതം എത്രയാണ്? 1:3 ആണ്.